കേരളം കാത്തിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്നത്. പക്ഷേ ഇതാ 8ാം നാളിൽ ഇരുട്ടിൽ തപ്പുക തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രഖ്യാപനം ഇന്നും ഉണ്ടാകില്ല എന്ന് ഏകദേശം വ്യക്തമാകുന്നു. നാളെ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടക്കും. അതിനുശേഷം ഉച്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. VM സുധീരനുമായി രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച ഇന്നുണ്ടാകില്ല. കാരണം രാഹുൽ ഗാന്ധി CBI ഡയറക്ടറുമായി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുന്നതിനാൽ നിലവിൽ സുധീരനെ കാണാനുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ മറ്റ് നേതാക്കളൊക്കെ കണ്ടിരുന്നു. അവരൊക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലഗോപാൽ, നാളെ ബുധനാഴ്ചയിലേക്ക് എത്തുന്നു. ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ആരാണ് മുഖ്യമന്ത്രി എന്നറിയാൻ ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. നാളെയെങ്കിലും ഉണ്ടാവൂ? നാളെയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്നുണ്ടാകില്ല എന്ന് പൂർണ്ണമായും പറയാൻ വേണ്ടി കഴിയില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. നിലവിൽ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ 10 ജൻപത്തിൽ ഇപ്പോൾ നിർണായകമായൊരു കൂടിക്കാഴ്ച നടക്കുകയാണ്. VM സുധീരൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്ന് രാവിലെ മറ്റ് നേതാക്കളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും VM സുധീരന് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് അദ്ദേഹം ഉച്ചയ്ക്കാണ് ഡൽഹിയിലെത്തിയത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വളരെ സുപ്രധാനമായ ഒരു യോഗം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പങ്കെടുക്കേണ്ടതായി ഉണ്ടായിരുന്നു. പുതിയ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം. ആ യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആ സമയത്താണ് VM സുധീരനുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് VM സുധീരൻ 10 ജൻപത്തിനുള്ളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഈ VM സുധീരനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. മല്ലികാർജ്ജുന ഖാർഗെ ഇതിനോടകം തന്നെ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 7 മണിയോടുകൂടി രാജാജി റോഡിലെ 10ാം നമ്പർ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ മല്ലികാർജ്ജുന ഖാർഗെ ഉണ്ട്. നിലവിൽ ഈ 10 ജൻപത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ട്. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. ഇടയ്ക്ക് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിച്ച സൂചന പ്രകാരം ആ കൂടിക്കാഴ്ച ഇന്നില്ല എന്നതാണ്. പക്ഷേ അത് നമുക്ക് തീർത്ത് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു പക്ഷേ രാഹുൽ ഗാന്ധി രാത്രി, അതായത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലവിൽ VM സുധീരനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജാജി റോഡിലെ 10ാം നമ്പർ വസതിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള അതിനിർണായകം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട യോഗം ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ തീർത്ത് പറയാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും രാത്രി ഇത്ര വൈകിയ സാഹചര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് ചില നേതാക്കളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ആണ് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഫൈനൽ കൺക്ലൂഷനിലും എത്താൻ വേണ്ടി കഴിയില്ല. പലതരം ഈ അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ആയതിനാൽ തന്നെ യാതൊരു തരത്തിലുള്ള ഉറപ്പും ആർക്കും നൽകാൻ വേണ്ടി കഴിയില്ല. കാരണം കർണാടകത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് അർദ്ധരാത്രി ഉറങ്ങിക്കിടന്ന ഖാർഗെയെ വിളിച്ചുണർത്തിയായിരുന്നു അന്ന് തീരുമാനമെടുക്കുന്നത്. സമാനമായ രീതിയിൽ കേരളത്തിൻ്റെ വിഷയത്തിലും ഒരു തീരുമാനത്തിലേക്കൊക്കെ കോൺഗ്രസ് പാർട്ടി പോകുമോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഇന്നത്തെ രാത്രിയും നാളത്തെ രാവിലെയും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ്. ഏതായാലും നാളെയെങ്കിലും ഒരു തീരുമാനം വന്നില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.